ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JS ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റെഡിമെയ്ഡ് ടൈപ്പിൽ എങ്ങനെ കർട്ടൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതാണ്. ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഡോറിന് ഇട്ട് കൊടുക്കേണ്ട കർട്ടനാണ്. സെയിം മെത്തേഡിലാണ് നമ്മൾ ജനാലകൾക്കും കർട്ടൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ലെങ്ത്തിൽ മാത്രമേ ചേഞ്ചസ് വരത്തുള്ളൂ. കാരണം ജനാലകൾക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇറക്കം വരില്ല. ഡോറിനാകുമ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് എടുക്കേണ്ടി വരും. ഈ ഒരു ഇറക്കം മാത്രമേ നമുക്ക് ഡിഫറൻസ് വരത്തുള്ളൂ. ഇതിനായിട്ട് ഞാൻ കർട്ടൻ്റെ മെറ്റീരിയലും നമുക്ക് അതുപോലെ തന്നെ ഈ റിങ് വെച്ച് കൊടുക്കാനുള്ള ടേപ്പാണ്. ഇത് നമുക്ക് കർട്ടൻ വാങ്ങിക്കണം, ആ ഷോപ്സിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് ലോക്ക് ചെയ്യണം, ആ റിങ് ലോക്ക് ചെയ്യണ മെത്തേഡിലുള്ള ആ റിങ്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഈ മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള സിൽവർ റിങ്ങാണ് വാങ്ങിച്ചേക്കണത്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇടാനുള്ള വാഷറും നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വാങ്ങിക്കണ കർട്ടൺ എങ്ങനെയാണോ അതനുസരിച്ചുള്ള കളറിൽ ഇത് നമുക്ക് പല കളർ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു സിൽവറിന് നമുക്ക് 5 രൂപയാണ് ഈ ഒരു റിങ്ങിന് എമൗണ്ട് വന്നത്. ഇതിനേക്കാളും കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഉണ്ട്. ഇപ്പോൾ ഈ കർട്ടൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഞാൻ ചെറിയൊരു ഡ്രോയിങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡോറിൻ്റെ ലെങ്ത്തും ഇത് നമ്മുടെ ഡോറിൻ്റെ വിത്തുമാണ്. ഇവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ 1/4 ഭാഗം വരെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫുൾ ലെങ്ത്ത് എടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മുടെ ചോയ്സാണ്. ഞാൻ ഇവിടെ ഫുൾ ലെങ്ത്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 70 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പ്ലസ് 5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 5 ഇഞ്ച് എന്ന് പറയുന്നത് ഡോറിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ആ ഏരിയയാണ് 5 ഇഞ്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ടേപ്പ് വെച്ച് കൊടുത്തിട്ടാണ് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെയാണല്ലോ നമ്മൾ റിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് തന്നെ 4 ഇഞ്ച് നമുക്കുണ്ട്. എക്സ്ട്രാ 1 ഇഞ്ച് നമുക്ക് ഒന്നുകൂടെ മടക്കിയടിക്കാനായിട്ടാണ് ആവശ്യം വരുന്നത്. അങ്ങനെ 5 ഇഞ്ചാണ് നമുക്ക് മുകൾ ഭാഗത്ത് മടക്കിയടിക്കാൻ വേണ്ട തയ്യൽ തുമ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കർട്ടൻ്റെ താഴ്ഭാഗം മടക്കിയടിക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിലാണ് മടക്കിയടിക്കേണ്ടത്. അപ്പോൾ പ്ലസ് 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 70 + 5 + 4 79 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ഇനി കർട്ടൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ആ മെറ്റീരിയൽ ഉള്ളത് അത് അതേപടി നമ്മൾ എടുത്താൽ മതി. ഡോറിനാണെങ്കിൽ സിംഗിളാണ് ഇട്ട് കൊടുക്കാറ്. വിൻഡോയ്ക്കാണെങ്കിൽ, അതായത് ജനാലയ്ക്കാണെങ്കിൽ 2 കർട്ടനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ നമുക്കവിടെ 8 റിങ് അല്ലെങ്കിൽ 10 റിങ് ഇതുപോലെ വേണം നമ്പേഴ്സിൽ കിട്ടാനായിട്ട്. ഓഡ് നമ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിങ് കറക്റ്റ് ഇട്ട് ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഹോൾസ് നമ്മളതിൽ മാർക്ക് ചെയ്തിട്ട് ആ അളവ് മെഷർ ചെയ്യാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ 8 ഹോൾസ് ഒരു കർട്ടനിൽ നമുക്ക് കണക്ക് ചെയ്ത് വരുന്ന രീതിക്ക് എടുക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ അല്ല മെറ്റീരിയൽ നല്ല വീതി ഉണ്ടെങ്കിൽ 10 ഹോൾസ് വരുന്ന രീതിക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽ വെച്ചിട്ട് 79 ഇഞ്ച് മെറ്റീരിയൽ നമുക്ക് ലെങ്ത്തിനായിട്ട് വേണമല്ലോ. ആ ഒരു ലെങ്ത്തിൽ എനിക്ക് 2 കർട്ടൻ്റെ മെറ്റീരിയലാണ് ഇപ്പം ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ ആദ്യത്തെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കർട്ടൻ്റെ മുകൾ ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 4 ഇഞ്ച് ടേപ്പിൻ്റെ വീതിയും 1 ഇഞ്ച് എക്സ്ട്രാ മടക്കിയടിക്കാനുമായിട്ടാണ് 5 ഇഞ്ച് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ 1 ഇഞ്ച് ഇതുപോലെ കർട്ടൻ്റെ ഒരു വീതി വരുന്ന സൈഡിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കർട്ടൻ്റെ ഈ ടേപ്പ് ഇതുപോലെ മെറ്റീരിയലിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ ഈ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് 1 ഇഞ്ച് എടുക്കാൻ കാരണം അതിന് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ റൗണ്ടിനെ അത് കവർ ചെയ്യും. നമുക്ക് അങ്ങനെ കവർ ചെയ്തിട്ട് റൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണണം. അതിൻ്റെ താഴോട്ട് 1 ഇഞ്ചാണോ 1/2 ഇഞ്ചാണോ നമുക്ക് മെറ്റീരിയൽ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആ ഹോള് മറയാതിരിക്കണം, അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ടേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് കരഭാഗമാണ്. നിങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിവിടെ 10 റൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ ആ 10 റൗണ്ടിന് ബാലൻസ് ഉള്ള മെറ്റീരിയലാണ് ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്ര റൗണ്ടാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് ബാലൻസ് ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് കരഭാഗം ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് വിടാനോ കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് 8 റിങ് അല്ലെങ്കിൽ 10 റിങ് വേണം ഒരു കർട്ടൻ്റെ അകത്ത് നമുക്ക് വരേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് 1 ഇഞ്ച് നമ്മൾ മടക്കി ഫുൾ വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കർട്ടൻ ടേപ്പ് ഉള്ളിലോട്ട് പോകുന്ന രീതിക്ക് ഒരു മടക്കിയിട്ട് ഫുൾ ലെങ്ത്തും ഇതേപോലെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഈ ഹോൾസ് അകത്തോട്ടായി പോകും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കാൻ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ ടേപ്പ് നല്ല കട്ടി കൂടിയതായതുകൊണ്ട് ഈ ടേപ്പ് ഇല്ലാത്ത പോർഷൻ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ ഒരു പോർഷനും ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒരു വശത്ത് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഹോൾസ് നമുക്ക് തൊട്ടാൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മുടെ റിങ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ കർട്ടൻ്റെ താഴ്ഭാഗം
2 ഇഞ്ചാണ് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതി കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എടുത്താൽ മതിയാവും. ഇനി ഈ ഒരു പോർഷനും ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കർട്ടൻ്റെ മുകൾ ഭാഗം, അതായത് റിങ് വെച്ച് കൊടുക്കാനുള്ള പോർഷനും താഴ്ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കർട്ടൻ്റെ 2 സൈഡും നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കർട്ടൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹോളുകളിലെല്ലാം റിങ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിനായിട്ട് ഇപ്പോൾ ഒരു കർട്ടൻ്റെ ഒരു എൻഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ റൗണ്ട് ഇരിക്കുന്നത് ഈ ടേപ്പിൽ. ഇത് നമ്മൾ മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ചോക്ക് പീസോ പെന്നോ എന്തെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ഈ റൗണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ മാറി വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതിലെ ആദ്യത്തെ റൗണ്ട് ജസ്റ്റ് ഒന്ന് അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ എത്ര റൗണ്ടാണോ അവിടെ വരുന്നത് അത് ഫുള്ളും തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കർട്ടൻ്റെ ടേപ്പിന് നല്ല ഒരുവിധം കട്ടിയുള്ളതാണ്. അപ്പോൾ ആ കട്ടിയുള്ളത് കൊണ്ട് തന്നെ ആ ഹോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലെ എല്ലാ ഹോളുകളും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ നമ്മൾ ഈ നൂലൊക്കെ വെട്ടുന്ന കട്ടർ ഉണ്ടല്ലോ, സിസർ, ഈ സിസർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ഹോളിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണോ വരച്ചു കൊടുത്തിരിക്കുന്നത്, ഈ റൗണ്ട് വരച്ചു കൊടുത്തേക്കുന്നത്, ആ റൗണ്ടിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ആ പോർഷൻ്റെ മുകളിലായിട്ട് തന്നെ ഇത് ഈ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ആ ഹോളിൻ്റെ അവിടെയുള്ള മെറ്റീരിയൽ സെപ്പറേറ്റ് വെട്ടിയെടുക്കുക. ഇതുപോലെയായിരിക്കും നമുക്ക് ആ ഹോള് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. നല്ല റൗണ്ട് ഷേപ്പിൽ, അതായത് ആ ഓപ്പൺ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെട്ടിയെടുക്കണം. എന്നാലേ റിങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവത്തുള്ളൂ. ഇനി നമ്മുടെ കർട്ടൻ്റെ നല്ല വശത്ത് നമ്മുടെ ഈ റിങ് ഇതുപോലെ ഇൻസേർട്ട് ചെയ്തെടുക്കണം. ആ റിങ്ങിന് ഫ്രണ്ടിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു റൗണ്ട് പോർഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ ഹോളിലൂടെ ഫുള്ളും പാസ് ചെയ്ത് പുറത്തോട്ട് എടുക്കണം. ചെറിയൊരു ടൈറ്റ് തോന്നിക്കും, പക്ഷെ കുഴപ്പമില്ല. മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് വലിച്ച് നല്ല ടൈറ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലേ അവിടെ നല്ല ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ നിൽക്കത്തുള്ളൂ. ഇനി ഈ വാഷറിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ബൾജായി നിൽക്കും, ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും. ഈ ഫ്ലാറ്റ് പോർഷൻ നമ്മുടെ മെറ്റീരിയലിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ഈ റിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ വാഷർ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഈ റിങ്ങിൻ്റെയും ഈ വാഷറിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് നല്ലോണം അത് ലോക്കായി അവിടെ നിന്നോളും. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കും വീട്ടിൽ തന്നെ റെഡിമെയ്ഡ് കർട്ടൻ എങ്ങനെയാണോ റിങ് വെച്ച് വരുന്നത് അതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ കർട്ടൻ്റെ അകത്തുള്ള എല്ലാ ഹോൾസും ഇതേപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഈ റിങ് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ റിങ്സും വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിനിഷിംഗ് ലുക്കാണിത്. ഇപ്പോൾ സാധാരണ നമ്മൾ മടക്കി അടിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു ഗ്രാൻഡ് ലുക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഏത് കർട്ടനാണോ വാങ്ങിക്കുന്നത് അതിന് മാച്ചായിട്ട് ഈ റിങ് വാങ്ങിക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ വാഷർ കിട്ടുന്നതായിരിക്കും, അതും മറക്കാതെ വാങ്ങിക്കുക. ഇത്രയും വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് കർട്ടൻ്റെ അതേ മെത്തേഡിൽ നമുക്കും കർട്ടൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്